ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ഇക്യു ജോയിൻസ് ആണ്. നോൺ ഇക്യു ജോയിൻസ് ഇത് നോൺ ഇക്യു ജോയിൻസ് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, റേഞ്ച് ബേസ്ഡ് സിറ്റുവേഷനിലാണ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നോൺ ഇക്യു ജോയിൻസ്, അതുപോലെ തന്നെ കോംപ്ലക്സ് കമ്പാരിസൺ ബിറ്റ്വീൻ കോളംസ് ആണെങ്കിലും നമ്മൾ നോൺ ഇക്വി ജോയിൻസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നോൺ ഇക്വി ജോയിൻസിൻ്റെ രണ്ട് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇവിടെ രണ്ട് ടേബിളുണ്ട്, ഒരു എംപ്ലോയി എന്നുള്ള ഒരു ടേബിളും അതേപോലെ തന്നെ സാലറി എന്നുള്ള ടേബിളും. ഓക്കെ, ഈ സാലറി എന്നുള്ള ടേബിളിൽ എംപ്ലോയി എന്നുള്ള ടേബിൾ എംപ്ലോയി ഐഡിയസ് ഉണ്ട്, നെയിം ഉണ്ട്, സാലറി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സാലറി എന്നുള്ള ടേബിളിൽ ഗ്രേഡ് ഉണ്ട്, അതേപോലെ തന്നെ മിനിമം സാലറി, മാക്സിമം സാലറി. ഓക്കെ, ഇങ്ങനത്തെ ഇതാണ് രണ്ട് ടേബിൾ. ഈ രണ്ട് ടേബിളിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആക്കണം, ഈ രണ്ട് ടേബിളും ജോയിൻ ചെയ്യണം. ഏതാണ് കണ്ടീഷന്? ഇപ്പം മിനിമം സാലറി എന്നുള്ള സാലറി ബിറ്റ്വീൻ മിനിമം സാലറി ആൻഡ് മാക്സിമം സാലറി, അതിൻ്റെ ഉള്ളിൽ വരുന്നതിന് ഈ ഗ്രേഡ് കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമുക്ക് ടേബിളിനെ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ അത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കോഡ് എങ്ങനെ എഴുതുന്നതെന്ന് ആദ്യം. ഇവിടെ കോഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെലക്ട് നമ്മൾ സാധാരണ തന്നെ സെലക്ട് യൂസ് ചെയ്യും. സെലക്ട് ഇതിൽ ഏതൊക്കെയാണ്? ഈ എംപ്ലോയി ഇ എന്ന് പറഞ്ഞാൽ എംപ്ലോയി എന്നുള്ള ടേബിളിനെ നമ്മൾ ഇ ആയിട്ട് ഡിനോട്ട് ചെയ്തു. അതേപോലെ തന്നെ സാലറി ബാൻഡിനെ നമ്മൾ എന്താക്കി? എസ് പി ആയിട്ടും ഡിനോട്ട് ചെയ്തു. മനസ്സിലായില്ലേ? എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ സെലക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇ ഡോട്ട് എംപ്ലോയി ഐ ഡിയും, ഇ ഡോട്ട് നെയിമും, ഇ ഡോട്ട് സാലറിയും. ഓക്കെ, പിന്നെ എസ് പി എന്നുള്ളതിന് നമ്മൾ ഗ്രേഡ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. എസ് പി എന്നുള്ള ടേബിളിൽ നമ്മൾ ഗ്രേഡ് മാത്രം സെലക്ട് ചെയ്തു. പിന്നെ ഓൺ നമ്മൾ കൊടുത്ത്, ഓൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. ഓൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഇ ഡോട്ട് സാലറി സാധാരണ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത കോളം എഴുതലാണ് നമ്മൾ. അതിന് പകരം നമ്മൾ ഇവിടെ എന്താ എഴുതിയേ? ബിറ്റ്വീൻ എസ് പി ഡോട്ട് മിനിമം ആൻഡ് കണ്ടീഷൻ ഇതാ, ആൻഡ് എസ് പി ഡോട്ട് മാക്സിമം. ഈ കണ്ടീഷൻ്റെ ഉള്ളിലുള്ള സാലറി ആണെങ്കിൽ അതിൻ്റെ ഗ്രേഡ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോഡ് എഴുതിയിട്ട് ഇത് റൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ആ ടേബിൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ എംപ്ലോയി ഐ ഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ നെയിമും സാലറി. ഇതിൽ ഈ എംപ്ലോയി ഐ ഡിയിൽ ഫസ്റ്റ് എംപ്ലോയി ഐ ഡിയിൽ ജോൺ എന്നുള്ള നെയിമാണ്, അവൻ്റെ സാലറി 45,000. അപ്പോൾ ഈ നമ്മൾ എസ് പി ഡോട്ട് ഗ്രേഡ് ഉണ്ടല്ലോ, ഇതാ ഇവിടെ എസ് പി ഡോട്ട് ഗ്രേഡ്. ഈ ഗ്രേഡ് എന്നുള്ളത് സാലറി ബാൻഡിൽ നിന്നാണ് നമ്മൾ എസ് പി ഡോട്ട് ഗ്രേഡ് എടുത്തത്. അപ്പോൾ ഈ സാലറി എന്താ, ഈ സാലറി സെലക്ട് ചെയ്ത സാലറി ഏത് ഗ്രേഡിലാണോ വന്നത് അത് അവിടെ ഉണ്ടാവും. ഇപ്പോൾ 30,000-ൻ്റെയും 50,000-ൻ്റെയും ഇടയിലുള്ള സാലറിൻ്റെ ഉള്ളിലാണ് നമ്മൾ സെലക്ട് ചെയ്ത സാലറി വരുന്നതെങ്കിൽ ഗ്രേഡ് എ എന്ന് ഇവിടെ വരും. ഇവിടെ ഗ്രേഡ് എ എന്ന് വരും. ഗ്രേഡ് എ എന്ന് വരും. ഇനി അതല്ല, ഇനിയിപ്പോൾ രണ്ടാമത്തെ ടേബിൾ, രണ്ടാമത്തെ എംപ്ലോയി ഐ ഡി 2,
അവൻ്റെ നെയിം, എംപ്ലോയി നെയിം ആലീസ്. അതേപോലെ തന്നെ സാലറി വരുന്നത് 60,000. ഈ 60,000 എന്നുള്ള സാലറി, ഏതിൻ്റെ ബിറ്റ്വീൻ മിനിമം സാലറി ബാൻഡിൽ ഏതിൻ്റെ ഉള്ളിൽ വരുന്നത്? ഇതാ ഈ രണ്ടാമത്തെ ഗ്രേഡിലാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ 60,000ത്തെ സാലറി സെലക്ട് ചെയ്യുമ്പോൾ അത് ബി എന്നുള്ള ഗ്രേഡിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ മൂന്നാമത്തെ ആള് ബോബാണ്. ബോബിൻ്റെ സാലറി 80,000ആണ്. 80,000 എന്നുള്ളത് സി എന്നുള്ള ഗ്രേഡിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതേ രീതിയിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കിയാൽ അറിയാം. കണ്ടോ? ഇതാ ജോൺ എന്നുള്ളത് എന്ത് വന്നിട്ടുണ്ട്? ജോണിൻ്റെ സാലറി 45,000ആണ്. അപ്പോൾ ഗ്രേഡ് എ. അതേപോലെ തന്നെ ആലീസിൻ്റെ സാലറി 60,000ആണ്. അപ്പോൾ ഗ്രേഡ് ബി എന്നുള്ള ഗ്രേഡിലേക്ക് സെലക്ട് ചെയ്ത്. ബോബിൻ്റെ സാലറി 80,000ആണ്. അത് സി എന്നുള്ള സെലക്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? നോൺ ഈക്വി ജോയിൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ. അപ്പോൾ നോൺ ഈക്വി ജോയിൻസ് ഇത്രയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.